ഇപ്പോൾ മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം ഡൽഹിയിൽ പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളോട് തത്സമയ സംപ്രേഷണത്തിലേക്ക്. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട വെച്ചിട്ടാണ് മീറ്റിംഗ് വഹിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണം നൽകാൻ ആശങ്ക ശരിക്കും ക്രൈസ്തവ സഭയ്ക്ക് ഇല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടും, പ്രത്യേകിച്ച് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പള്ളിക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം അസഹിഷ്ണുത വളരെ സഭയിലെ പുരോഹിതർക്കെതിരെ കേസുകൾ എടുക്കുന്ന സാഹചര്യം. അപ്പൊ അതിനെ എങ്ങനെയാ സഭ ഇനി ഒരു നേരിടാനായി പോകുന്ന അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഈ ന്യൂനപക്ഷ സമൂഹം എന്ന നിലയ്ക്കും ക്രൈസ്തവ സമൂഹം എന്ന നിലയ്ക്കൊക്കെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ CBCയുടെ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ലോക്കൽ ബിഷപ്സും സന്നിഹിതമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ ചർച്ചയിൽ വന്നില്ല. ഈ ചർച്ച അങ്ങനെയുള്ളൊരു ചർച്ചയല്ലായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിസിറ്റായിട്ടല്ല ഞങ്ങളെ അവർ സ്വീകരിച്ചു. ഇപ്പം എന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോർഡിയൽ ആൻഡ് ഒരു വിസിറ്റ് പോലെയാണ് ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി അതിനെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. പ്രധാനമന്ത്രി അത് പ്രത്യേകിച്ച് ആരാഞ്ഞുമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം CBCI അതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതേ സംബന്ധിച്ച് ഗവൺമെന്റിനെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിപ്പോൾ ഒരു വ്യക്തി, ഒരു സഭയുടെ ഒരു ലീഡർ എന്ന നിലയ്ക്കാണ് വന്നത്. പക്ഷെ CBCI എന്ന് പറയുമ്പോൾ 3 സഭകളുടെ കൂടെ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ അല്ല, അത് അതിന്റെ ഭാരവാഹികളുണ്ട്. ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ 3 സഭകളുടെ കൂടെ CBCI എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, അതും ഇതുമായിട്ട് ഇപ്പോഴും ബന്ധമില്ല. ഞാനൊരു കത്തോലിക്ക സഭയുടെ മെത്രാൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ വന്നത്. മനസ്സിലായോ? എല്ലാ സഭകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ എനിക്ക് CBCIയുടെ തന്നെ ഭാരവാഹികളുണ്ട്. അതിനൊരു പ്രസിഡന്റുണ്ട്, സെക്രട്ടറികളുണ്ട്, ഭാരവാഹികളുണ്ട്. അവരുമായി ഉള്ള കൂടിക്കാഴ്ചകൾക്ക് അവസരം അവർ നോക്കുന്നുണ്ട്. ഒരുപാട് മാസമായിട്ട് പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ല എന്നുള്ള ആക്ഷേപം പല സഭകളും പല പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോ മണിപ്പൂരിലുള്ള അവസ്ഥയെ എങ്ങനെയാണ് സഭ വിലയിരുത്തുന്നത്? ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സഭയുടെ അധ്യക്ഷൻ നിലയ്ക്ക് ഞങ്ങൾക്ക് അക്കാര്യങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾ CBCയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ വന്നത് അതിലല്ല. എന്താ മാർപ്പാപ്പയുടെ സന്ദർശനത്തെ കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പത്രദ്വാരയും മറ്റൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. മാർപ്പാപ്പയ്ക്ക് സാധാരണ എല്ലാ സ്ഥലത്തും പോകാൻ ആഗ്രഹമുള്ളതുപോലെ ഇന്ത്യയിലേക്കും വരാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മാർ റാഫേൽ തട്ടിലിന്റെ പ്രതികരണമാണ് കണ്ടത്.